نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله يتقاكم إن الله عليم خبير. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ മതത്തെ പൂർണ്ണമായി അനുസരിക്കുകയും അള്ളാഹുവിൽ പൂർണ്ണമായി കീഴ്പ്പെടുകയും വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യണം എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഉപദേശിക്കുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നമുക്ക് പൂർത്തീകരിച്ചു തന്നതാണ് നമ്മുടെ മതം, ഇസ്ലാം മതം. പ്രവാചകൻ്റെ ജീവിതത്തിൽ രണ്ട് കുന്നുകൾ, രണ്ട് മലകൾ ചരിത്രത്തിൽ ഇടം നേടിയതാണ്. ഒന്ന് ജബലുന്നൂർ, ഒന്ന് ജബലുർ റഹ്മ. ജബലുന്നൂറിൽ വെച്ചാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് തുടങ്ങുന്ന ആദ്യ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ പ്രവാചകൻ ഓതി കേൾപ്പിക്കപ്പെടുന്നത്. അവസാനം ജബലു അറഫ അല്ലെങ്കിൽ ജബലുർ റഹ്മ, ആ പർവ്വതത്തിന് മുകളിൽ വെച്ച് പ്രവാചക തിരുമേനിക്ക് മറ്റൊരായത്തിറങ്ങി, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ രണ്ട് കുന്നുകളിലുള്ള പ്രവാചകന്റെ ഈ 23 കൊല്ലക്കാലത്തെ ജീവിതം ജബലുന്നൂറിൽ വെച്ച് ഇഖ്റ ബിസ്മി കേട്ട് പ്രവാചകനാകുന്ന കാലഘട്ടത്തിൽ ഒറ്റക്കാണ്. പിന്നീട് അങ്ങോട്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന അള്ളാഹു ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിനിടയിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു. നമുക്കറിയാവുന്ന ചരിത്രം, അതിലേക്ക് കടക്കേണ്ടതില്ല. ഒരുപാട് ത്യാഗങ്ങൾ. പക്ഷെ ഒക്കെയും അള്ളാഹുവിൻ്റെ പ്രവാചക തിരുമേനി ഈ ദൗത്യം കൃത്യമായി നിർവഹിച്ചു കൊണ്ടേയിരുന്നു. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ചെറിയ ചെറിയ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഈ ഇടപാട് നിർത്തുന്നവരാണ് പലരും. പക്ഷെ പ്രവാചകൻ ഇത് നിർവഹിച്ചു കൊണ്ടേയിരുന്നു. എങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാം, എങ്ങനെ ഒരു നല്ല മനുഷ്യനായി മരിക്കാം, ഒരു നല്ല മരണം എങ്ങനെ ഉണ്ടാവാം, ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പരലോകത്ത് സ്വർഗം കിട്ടലാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കള്ള്, പെണ്ണ്, യുദ്ധം എന്നീ ലഹരികളിൽ നിന്ന് മോചിപ്പിച്ച് സാംസ്കാരിക ജീർണതയിൽ മുങ്ങിത്താന്നിരുന്ന ഒരു സമൂഹത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉടമകളാക്കി മാറ്റി പ്രവാചകൻ മക്കയിലും മദീനയിലുമായി ഇങ്ങനെ വാർത്തെടുത്ത 1,00,000-ലേറെ അനുചരന്മാരെയുമായി പ്രവാചകൻ ഹിജ്റ വർഷം 10 മക്കയിലെത്തി. ഹിജ്റ 9 ഹജ്ജ് നിർവഹിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നേതൃത്വത്തിലാണ്. ആ വർഷം പ്രവാചകൻ വന്നില്ല.
അതിൻ്റെ കാരണങ്ങളൊക്കെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നേരത്തെ പ്രഖ്യാപിച്ചു, അടുത്ത വർഷം ഞാൻ ഹജ്ജിന് പോകുന്നുണ്ടെന്ന് പ്രവാചകൻ. മദീനയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകൾ റെഡിയായി നിന്നു. കൃത്യമായി അവർ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി. 1,00,000-ലേറെ അനുയായികൾ ഇങ്ങനെ പ്രവാചകന്റെ മുന്നിലും പിന്നിലും ഇടത്തും വലത്തുമായി പ്രവാചകനെ തന്നെ നിരീക്ഷിച്ചു കൊണ്ടവർ യാത്രയായി. ആ യാത്രയിൽ അവർക്ക് പഠിക്കാനുണ്ട് ഒരുപാട് പാഠങ്ങൾ. അവർ തങ്ങളുടെ പ്രവാചകനിൽ നിന്ന് ഓരോ അനക്കങ്ങളെയും സൂക്ഷ്മമായി വിലയിരുത്തുകയും ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കുകയുമായിരുന്നു. അങ്ങനെ ആ ഹജ്ജിന്റെ യാത്ര അറഫ മൈതാനിയിലെത്തി നിന്നു. അറഫ മൈതാനിയിലെ ആ മനുഷ്യ മഹാസാഗരത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി അയ്യുഹന്നാസ് എന്നാണ് വിളിച്ചത്. അയ്യുഹന്നാസ് ഇസ്മഉ മിന്നി, നിങ്ങൾ എന്നെ കേൾക്കണം. ഉബയ്യിൻ ലക്കും, എനിക്ക് നിങ്ങളോടൊരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു തരാനുണ്ട്. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഇനിയൊരു വർഷം, അടുത്ത വർഷം ഇതുപോലെ നിങ്ങൾക്ക് മുമ്പിൽ വന്നു നിൽക്കാൻ ഞാനുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ അവസാന നാളുകളായിരിക്കുന്നു എന്ന് പ്രവാചക തിരുമേനിയുടെ ഒരു പ്രഖ്യാപനമായിരുന്നു അത്. പിന്നീട് അങ്ങോട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ആ 1,00,000-ലേറെ സ്വഹാബത്ത് പ്രവാചകന്റെ ഓരോ വാക്കുകളും സാഗൂതം ശ്രവിക്കുകയായിരുന്നു. അവർ ശ്രദ്ധിച്ചു കേട്ടിരുന്നു. അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും വാഹിദു, നിങ്ങൾക്കൊരൊറ്റ തമ്പുരാനേയുള്ളൂ, പടച്ച തമ്പുരാൻ, ഒരൊറ്റ റബ്ബേയുള്ളൂ. വഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവെന്നാണ്. അങ്ങനെ പോകുന്നു ആ പ്രസംഗം. കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്, ലാ ഫളല ലി അറബിയിൻ അലാ അജമിയിൻ ഇല്ലാ ബിത്തഖ്വ. അറബിക്ക് അനറബിയേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല തഖ്വ കൊണ്ടല്ലാതെ. കറുത്തവന് വെളുത്തവന് കറുത്തവന്റെ മേൽ ശ്രേഷ്ഠതയില്ല തഖ്വ കൊണ്ടല്ലാതെ. തഖ്വ വേണം നിങ്ങൾക്ക്. ജീവിതത്തിൽ ഉടനീളം തഖ്വ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗം എന്ന് ചരിത്രം വിളിക്കുന്ന ചരിത്രപ്രസിദ്ധമായ ആ പ്രസംഗത്തിൽ പ്രവാചകൻ ഊന്നിപ്പറയാനുണ്ടായിരുന്ന ഒരു കാര്യമതായിരുന്നു. ഏത്? ആദ്യം പറഞ്ഞു, മനുഷ്യരെല്ലാം ഒന്നാണ്. ഇന്നാക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, സൂക്ഷ്മത എത്ര കണ്ടുണ്ടോ അത്രമേൽ മാത്രമാണ് അള്ളാഹുവിന്റെ പക്കൽ സ്ഥാനമുള്ളത്. സൂക്ഷ്മത എത്ര കുറഞ്ഞു പോകുന്നുവോ അത്രമേൽ അള്ളാഹുവിന്റെ പക്കൽ സ്ഥാനം കുറഞ്ഞു പോകും. കാലാന്തരങ്ങളിൽ കാലമെത്ര കടന്നുപോയാലും, നൂറ്റാണ്ടുകൾ എത്ര പൊയ്മറഞ്ഞാലും, തലമുറകൾ എത്ര മണ്ണടിഞ്ഞു പോയാലും പ്രസക്തി നഷ്ടപ്പെടാത്ത ഒരുപാട് ആശയങ്ങൾ ആ ചെറിയ കുന്നിന്റെ ഒരു സ്ഥലത്ത് കയറി നിന്നുകൊണ്ട് പ്രവാചക തിരുമേനി അനുചരന്മാരെ പഠിപ്പിച്ചു. അതിൽ സ്നേഹം, സഹാനുഭൂതി, സഹിഷ്ണുത, അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് മാനുഷിക ഗുണങ്ങളെ എണ്ണി അള്ളാഹുവിന്റെ പ്രവാചകൻ മാലോകർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഉത്തമ സമൂഹം, ഒരു ഉമ്മത്ത് എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ അന്നേ കാലെ കൂട്ടി ഒരു ഭയപ്പാട് ആ കൂടിയ സഹാബത്തിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടോ. നിങ്ങൾ ഭിന്നിച്ചു പോവരുത്, നിങ്ങൾ ഛിന്ന ഭിന്നമാവരുത്. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം എന്നുകൂടി മഹാനായ പ്രവാചകൻ അവിടെ പറഞ്ഞു കൊടുത്തു. അങ്ങനെയുള്ള വല്ലാത്തൊരവസ്ഥ, ഒരു പ്രവാചകന് മാത്രം സാധ്യമാകുന്ന കുറെ വർത്തമാനങ്ങളാണ് കാലാകാലങ്ങളിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രവാചകൻ അവിടെ പ്രസംഗിച്ചത്. നിങ്ങൾക്ക് പരിചയമുണ്ടോ? നമുക്ക് ചരിത്രത്തിൽ ഒരുപാട് പ്രസംഗങ്ങളെ കുറിച്ച് ആളുകൾ അഭിമാനം കൊള്ളാറുണ്ട്. മറ്റവന്റെ പ്രസംഗം, ഇയാളുടെ പ്രസംഗം, അങ്ങനെയുള്ള പ്രഖ്യാപനം, ഇങ്ങനെയുള്ള പ്രഖ്യാപനമൊക്കെ. ഏത് പ്രസംഗമാണ് ആണ്ടോടാണ്ട് ആവർത്തിക്കപ്പെടുന്നത്? ഈ പ്രവാചകന്റെ ഈ പ്രസംഗം 1500 വർഷങ്ങളോളമായി, 1450 വർഷം പിന്നിട്ടു. ആ വർഷാവർഷങ്ങളിൽ മസ്ജിദുൻ നബിയിൽ വെച്ച് ഇന്നലെ ആ പ്രസംഗം വീണ്ടും ആവർത്തിക്കപ്പെട്ടു. അതാണ് ആ പ്രസംഗത്തിന്റെ ഒരു മോചിസത്ത്, പ്രവാചകന്റെ ഒരു അമാനുഷികത. ഈ ആശയം അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ വെച്ച് എന്തു പറഞ്ഞോ ആ ആശയം തന്നെയാണ് ഇന്നലെയും പറയാനുണ്ടായത്. ആ ആശയം തന്നെയാണ് അടുത്ത വർഷവും പറയാനുണ്ടാവുന്നത്. ആ ആശയം തന്നെയാണ് ഖിയാമത്ത് നാളോളം മാലോകർക്ക് മുമ്പിൽ വെക്കാനുള്ളത്. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദുക്കും അലൈക്കും ഹറാം, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മാനാഭിമാനങ്ങളുമൊക്കെയും നിഷിദ്ധമാണ് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം. ഹറാമാണത്, പവിത്രമാണ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം.
എല്ലാം പവിത്രമായി കാണണം. കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. ദുൽഹജ്ജ് മാസം 10 ദുൽഹജ്ജ് മാസത്തിലെ പുണ്യമാക്കപ്പെട്ട ഈ ദിനത്തിന് എന്തുമാത്രം പവിത്രതയുണ്ടോ അതുപോലെ നിങ്ങൾ കാക്കണം. അങ്ങനെയല്ല, പ്രവാചക തിരുമേനി കുറച്ചുകൂടി കടന്നു പറയുന്ന സന്ദർഭങ്ങളുണ്ട്. കഅബാലയത്തിന്റെ കല്ല് ഓരോന്നോരോന്ന് ഇളക്കി മാറ്റുന്നത് എത്രമേൽ പാപമാണ്, എത്രമേൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത സംഗതിയാണ്. ലഅൻ തുഹ്ദമൽ കഅബതു ഹജറൻ ഹജറൻ അഹ്വന ഇൻദല്ലാഹ് മിൻ ഇറാഖത്തി ദമിംറിഇൻ മുസ്ലിം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ അള്ളാഹുവിന്റെ പക്കൽ കുറ്റകരം, അതിനേക്കാൾ അള്ളാഹുവിന്റെ പക്കൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യം ഒരു മുസൽമാന്റെ രക്തം ചിന്തുന്നതാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാഹി അന്നകി അഹബ്ബുൽ ബുഖാ ഇലാ ഖൽബി. മക്കയെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞ ഒരു സന്ദർഭം ഇങ്ങനെയാണ്: വഇന്നകി അഹബ്ബുൽ ബുഖാ ഇലല്ലാഹ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭൂമിയിലെ പ്രദേശമാണ് മക്ക. നീ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് അതാണ്. വലാകിൻ, പക്ഷെ ഒരു കാര്യമുണ്ട്. മക്കൾക്ക് ഒരു പവിത്രതയുണ്ടല്ലോ, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം. അതിനേക്കാൾ വലാകിൻ ഹുർമത്തുൽ മുസ്ലിം അഅ്ളം മിൻകി. മക്ക എന്ന് പറയുന്ന നാടിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അതിനേക്കാൾ പവിത്രമാണ് ഒരു മുസ്ലിമിന്റെ അഭിമാനവും ഒരു മുസൽമാന്റെ ജീവനും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. പവിത്രമായ മുസ്ലിം രക്തത്തിന് തീരെ കൽപ്പിക്കാത്ത കുറെ ആളുകൾ ഭൂമുഖത്ത് എന്നും ജീവിച്ചിരിപ്പുണ്ടാകും. പക്ഷേ പവിത്രമായ മുസൽമാന്റെ രക്തത്തിന്റെ വില കൽപ്പിക്കാത്ത ആളുകൾ അകത്തളങ്ങളിൽ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നത്. മുസൽമാന്റെ അഭിമാനം, മുസ്ലിം ജനവിഭാഗത്തിന്റെ അഭിമാനം, മുസ്ലിം എതിർകക്ഷികളുടെ അഭിമാനം, അന്തസ്, ഇതൊന്നും വില കൽപ്പിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോവാൻ ഒരു കാലത്തും ഒരാളെയും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അയ്യുഹന്നാസ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. സത്യവിശ്വാസികൾ ഏകോദര സഹോദരങ്ങളാണ്. വലാ യഹില്ലു ലിംരിഇൻ മാലി അഖീഹി ഇല്ലാ ബിൽ ഹഖ് ഇല്ലാ ബിത്വീബി മിൻ നഫ്സിഹി എന്ന് ഒരുപാട് മര്യാദകൾ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തുകൾ വലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, അനാവശ്യ ബാത്തിലായ രൂപത്തിൽ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സമ്പത്തുകൾ തിന്നുകൂടാ. എല്ലാ നിലയിലേക്കും വെളിച്ചം വീശുന്നു ഈ സംസാരം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ആശയ സംഘടനകൾ നിമിത്തം കക്ഷികളും ഗ്രൂപ്പുകളുമായി പിരിഞ്ഞ് നിങ്ങൾ വിവിധ കഷ്ണങ്ങളായി നിങ്ങൾ പരസ്പരം പോരടിച്ച് കഴുത്തറുക്കുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും നിങ്ങൾ പോവരുത്. മഹാനായ പ്രവാചകൻ ആ ഒരു നിമിഷത്തിൽ പോലും കണ്ണീരോടെ കേട്ടിരിക്കുന്ന സഹാബത്തിന് വളരെ ഗൗരവത്തോടുകൂടി പഠിപ്പിക്കുന്ന ഒരാശയമാണത്. ഈ ആശയം പക്ഷേ പിൽക്കാലത്ത് പ്രവാചക തിരുമേനിയുടെ അനുയായികളായ ആളുകൾ വിലമതിക്കാതെ പോകുന്നതാണ് കഷ്ടം. അൽ മുസ്ലിം അഖുൽ മുസ്ലിം ലാ യളിമുഹു വലാ യഹ്ഖിറുഹു വലാ യഖ്ദുലുഹു വലാ യുസ്ലിമുഹു വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഏകോദര സഹോദരന്മാരെപ്പോഴും ചതിക്കരുത്, വഞ്ചിക്കരുത്. അങ്ങനെ പോകുന്ന ഒരുപാട് പര്യായങ്ങൾ ഇനി എത്ര അതിന് പറയാനുണ്ട്. അതൊന്നും ചെയ്യരുത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. സുൽഹ് എന്ന പദം എത്ര തവണയാണ് വിശുദ്ധ ഖുർആനിലുള്ളത്? നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എത്ര തവണയാണ് അങ്ങനെ ഒരു പദമുള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രസംഗം ഊന്നി നിന്ന് വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ പോയിന്റ് ഹുർമത്തു ഖത്ലിൽ മുസ്ലിം എന്നതാണ്. മുസൽമാനെ വധിച്ചുകൂടാ, മുസൽമാന്റെ ആത്മാഭിമാനത്തെ തകർത്തുകൂടാ. അങ്ങനെ പോകുന്നു. പിന്നീട് പ്രവാചക തിരുമേനി ഊന്നി ആഴത്തിൽ പറഞ്ഞത് മുസ്ലിം ഉമ്മത്തിനിടയിൽ ഉണ്ടാവേണ്ട സാഹോദര്യത്തെക്കുറിച്ചും സഹവർത്തിത്വത്തെക്കുറിച്ചുമാണ്. ആ ഊന്നി പറഞ്ഞ ആ വിഷയത്തിൽ മുസ്ലിം സമൂഹം ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തുൻ വാഹിദ വഅന റബ്ബുക്കും ഫഅബ്ദൂൻ എന്ന ആയത്തിന്റെ വെളിച്ചത്തിൽ ഇരുന്നുകൊണ്ട് വീണ്ടും ചർച്ചകൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇസ്ലാമിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തിനേറെ ഏറ്റവും നന്നായി ആഘോഷപൂർവ്വം ആചരിക്കേണ്ട പെരുന്നാളുകൾ പോലും മനുഷ്യന് പലപ്പോഴും കലഹിക്കുവാനുള്ള ആയുധമായി മാറുന്ന വല്ലാത്തൊരു സങ്കീർണത എന്തിനാണ് മുസ്ലിം ഉമ്മത്ത് വെറുതെ ഉണ്ടാക്കി വെക്കുന്നത് എന്നറിഞ്ഞുകൂടാ.
അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളും സഹാബത്തിനെ പറയും, പ്രവാചകനെ പറയും, ഹജ്ജത്തുൽ വദാഇനെ കുറിച്ച് പറയും, അവിടുത്തെ ഉപദേശങ്ങളെ കുറിച്ചൊക്കെ പറയും. ആ ഉപദേശങ്ങളുടെ സാരാംശങ്ങൾ ഇന്നതാണെന്ന് പഠിക്കുവാനോ ആ സാരാംശങ്ങളോടൊപ്പം നിൽക്കുവാനോ പലപ്പോഴും നമ്മുടെ സംഘടനാ സങ്കുചിത്വമോ പക്ഷപാതിത്വമോ വിലങ്ങുതടിയായി മാറുന്നു എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. അജ്ഞാനകാലങ്ങളിൽ ജാഹിലിയത്തിൽ എന്തൊക്കെയുണ്ടായിരുന്നുവോ അത്തരത്തിലുള്ള മുഴുവൻ ദുശ്ചെയ്തികളെയും ദുഷ്പ്രവണതകളെയും ദുശ്ചിന്തകളെയും ദുരാചാരങ്ങളെയും തന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി മെതിച്ചുകൊണ്ടാണ് ആ പ്രസംഗം മുമ്പോട്ട് പോയത്. നമുക്കുമാവണം തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക്, വൃത്തത്തിലേക്ക്, തൗഹീദിന്റെ കൂട്ടങ്ങളിലേക്ക് മാറി നിൽക്കുമ്പോ നേരത്തെ ഉണ്ടായിരുന്ന ജീവിതത്തിലെ ജാഹിലിയത്തുകൾ വലിച്ചെറിയാനാവണം. അങ്ങനെ വലിച്ചെറിയുമ്പോ സാമൂഹ്യമായ ദുരാചാരങ്ങൾ വലിച്ചെറിയണം, വ്യക്തിപരമായ ദുരാചാരങ്ങൾ വലിച്ചെറിയണം. ആമിർ ബിൻ റബീഅത്ത് ബിൻ ഹാരിസ് എന്ന് പറയുന്ന പ്രവാചകന്റെ പിതൃവ്യപുത്രനെ ഹുദൈൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കൊന്നതിന്റെ പക തീർക്കാനുള്ള സന്ദർഭങ്ങളിലാണ് ഈ പ്രസംഗം നടക്കുന്നത്. പ്രവാചക തിരുമേനി പറഞ്ഞു, ഇല്ല, ആ വിഷയത്തിൽ ഇനി പ്രതികാരമില്ല, പ്രവാചകൻ ഇല്ല എന്ന് പറഞ്ഞു തിരുത്തുമ്പോ പ്രവാചകന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ കൃഷി വിഷയത്തിലാണ് അത് ആരംഭിക്കുന്നത്. ഒരു ദഅവത്ത് ആരംഭിക്കേണ്ടത് അങ്ങനെയാണ്. ഇനിമേൽ പലിശ കൊടുക്കാനുള്ളത് നിങ്ങൾ കൊടുക്കേണ്ടതില്ലെന്ന് പറഞ്ഞപ്പോ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് കിട്ടാനുള്ള പലിശ വേണ്ടെന്ന് വെക്കുന്നു എന്നാണ് ആ പ്രസംഗത്തിലുള്ളത്. അവിടെ നിന്ന് തുടങ്ങണം. എവിടെ നിന്ന് തുടങ്ങണം? തിരുത്തലുകൾ അവനവന്റെ കുടുംബത്തിൽ നിന്ന് ആരംഭിക്കണം. തിരുത്തലുകൾ അവനവന്റെ ഏറ്റവും സ്വന്തക്കാരിൽ നിന്ന് ആരംഭിക്കണം. മനുഷ്യർക്കിടയിലുള്ള സാഹോദര്യവും സമത്വവും അവനവന്റെ നാട്ടിൽ നിന്നും, അവനവന്റെ കൂട്ടങ്ങളിൽ നിന്നും, അവനവന്റെ സംഘങ്ങളിൽ നിന്നും, അവനവന്റെ മഹല്ലുകളിൽ നിന്നും നമ്മൾ ചെയ്തിയായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു കൊണ്ടുപോകണം. അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജന്മം കൊണ്ട് ഒരാളും ഉയർന്ന പദവിയിൽ പരലോകത്തെത്തുകയില്ല, അള്ളാഹുവിന്റെ അടുത്ത് എത്തുകയില്ല. മൻ അബ്താ അല്ലെങ്കിൽ വമൻ ബത്താ രണ്ട് ലഫ്ളും വന്നിട്ടുണ്ട്. ബിഹി അമലുഹു ലം യുസ്രി ബി നസബുഹു. അമലുകൾ കുറഞ്ഞുപോയ ഒരാൾ താൻ ജനിച്ച മാതാപിതാക്കളുടെ പേരിലോ അല്ലെങ്കിൽ തറവാടിന്റെ പേരിലോ കുലമഹിമയുടെ പേരിലോ ഒന്നും പരലോകത്ത് മുന്നോട്ട് വരാൻ കഴിയുകയില്ല എന്ന്. അമലുകളാണ്. നമ്മൾ ആരായാലും ശരി, പ്രവാചക തിരുമേനി പഠിപ്പിക്കുന്നതാണ്. ആ അമലുകൾ, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഏകകത്തെ എടുത്തുകൊണ്ട് ആ മനുഷ്യരെ നന്നാക്കിയെടുക്കുവാനും കുറെ നല്ല മനുഷ്യന്മാരുടെ സമൂഹത്തെ സൃഷ്ടിക്കുവാനും അള്ളാഹുവിന്റെ പ്രവാചകൻ കിണഞ്ഞ് പരിശ്രമിക്കുകയായിരുന്നു 23 കൊല്ലക്കാലം. അതിന്റെ ബൈ പ്രൊഡക്റ്റുകളാണ് ഞാനും നിങ്ങളും. ആ നന്ദിയാണ് ഞാനും നിങ്ങളും കാണിക്കേണ്ടത്. ഈ ദീനിന്റെ മഹാസിനുകളാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കൈമാറിപ്പോവേണ്ടത്. ഇതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പ്രവാചക തിരുമേനി നോക്കൂ നിങ്ങൾ. പ്രവാചകൻ അവസാനത്തെ പ്രസംഗം പ്രസംഗിക്കുകയാണ്. ഏത് വിടവാങ്ങൽ എന്ന സൂചന നൽകുന്ന പ്രസംഗം. ആ പ്രസംഗത്തിൽ നിന്നും മറന്നു പോവാതെ ഒരു പരാമർശം നടത്തുന്നുണ്ട്. അത് സമൂഹത്തിലെ നേർപാതിയായ സഹോദരിമാരുടെ വിഷയമാണ്. ദുർബലകൾ, അബലകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ടീമുണ്ടല്ലോ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി സംസാരിക്കുന്നു കുറെ ഭാഗം ആ പ്രസംഗത്തിൽ. ഹഖ്ഖുൽ മർഅ വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണം. ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ. ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ ഫഇന്നഹുന്ന അവാനുൻ ഇൻദകും, അവർ നിങ്ങളുടെ പക്കൽ അവാനാണ്, അവർ നിങ്ങളുടെ പക്കൽ കെട്ടിയിടപ്പെട്ട ബന്ധിതരാണ് എന്ന പദമാണ് പ്രവാചകൻ പ്രയോഗിച്ചത്. അഥവാ അവർ നിങ്ങളുടെ അടിമകളാണ് എന്നല്ല. അവർ മറ്റെങ്ങും പോവാൻ കഴിയാത്ത രൂപത്തിൽ നമ്മളുടെ കാര്യവും നോക്കിയിട്ട് നമ്മളുടെ കുടുംബം, നമ്മളുടെ മക്കൾ, നമ്മുടെ ഫാമിലി, ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ട് നമ്മെ മാത്രം ശുശ്രൂഷിച്ചുകൊണ്ട് നമുക്ക് മാത്രം ഖിദ്മത്ത് നൽകിക്കൊണ്ട് അതുവഴി സ്വർഗത്തിലെത്താൻ വേണ്ടി പെടാപ്പാടുപെടുന്ന ഒരു ടീമാണവർ. അതുകൊണ്ട് അവരോട് നിങ്ങൾ അക്രമം കാണിക്കരുത്. കാണിക്കരുതെന്ന് മാത്രമല്ല, അവരെ മോശമായി പെരുമാറരുത് എന്ന് മാത്രമല്ല, അവരെ ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല നിലയിൽ അവരോട് പെരുമാറുകയും വേണം. ആ കുട്ടി പെണ്ണാണ് ജനിച്ചത് എന്നറിഞ്ഞാൽ ജീവനോട് കൊഴിച്ചു പോകുന്ന ഒരു സംസ്കാരത്തെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയെടുത്തത്. ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു വിൽപ്പന ചരക്കായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സ്ത്രീക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിക്കുമ്പോഴും പിന്നീട് കുട്ടിയാകുമ്പോഴും
പിന്നീട് ഒരു യുവതിയാകുമ്പോഴും ഭാര്യയാകുമ്പോഴും ഉമ്മയാകുമ്പോഴും ഒക്കെയുള്ള വിവിധ തലങ്ങളിലും തട്ടുകളിലും നിർത്തിയിട്ട് വല്ലാതെ ആദരിക്കുകയും സ്വർഗം ആ ഒരു സ്ത്രീയുടെ കാൽക്കീഴിലാണ് എന്ന് ഒരു സമുദായത്തെ പഠിപ്പിക്കുകയും ചെയ്തത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഈ 1,00,000-ലേറെ സഹാബത്ത് കേൾക്കുന്ന പ്രസംഗങ്ങളിലെ അതിപ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെ മാത്രമേ ഞാൻ കടന്നു പോകുന്നുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയായി അള്ളാഹുവിന്റെ പ്രവാചകൻ വെച്ചു. അവർ കൗമാരത്തിലെത്തി, അവർക്ക് കല്യാണാലോചനകൾ വന്നു. ആ കല്യാണാലോചനകൾ ആ കുട്ടികളുടെ സമ്മതമില്ലാതെ നടത്തിക്കൊടുക്കരുത് എന്ന് നിയമം വെച്ചു അള്ളാഹുവിന്റെ പ്രവാചകൻ. നടന്നു ഒരു വിവാഹം, അത് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോവാൻ കഴിയാത്തത്ര വഴിമുട്ടി നിൽക്കുന്നു എന്ന അവസ്ഥ വന്നാൽ ആ പെൺകുട്ടിക്ക് അവളുടെ ഭർത്താവിനെ ഒഴിവാക്കാൻ ആവശ്യമായ ഖുൽഅ് ചെയ്യാനുള്ള അധികാരം കൊടുത്തു ഈ മതം. അല്ലെങ്കിൽ ത്വലാഖ് ആവശ്യപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് പിന്മാറാൻ ലോകത്ത് അതിന്നും സാധിക്കാത്ത എത്ര പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, എത്ര ഇസങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? 6-ാം നൂറ്റാണ്ടിലെ കിരാതമായ നിയമങ്ങൾ എന്ന് ആളുകൾ കളിയാക്കുമ്പോഴും ഇപ്പോഴും അവർക്ക് വേണ്ടി ഇന്നും സ്ത്രീകൾക്ക് സ്വത്താവകാശമില്ലാത്ത എത്രയോ ജനവിഭാഗങ്ങളുണ്ട്. 1400-450 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ കിതാബിൽ പതിനാല് നൂറ്റാണ്ട് ഇത് കഴിഞ്ഞുപോയി. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ആധാരങ്ങൾ പരിശോധിച്ചാൽ ഒരു 80-90 വർഷത്തിനപ്പുറമുള്ള ആധാരങ്ങളിൽ നമ്മുടെ സഹോദര സമുദായങ്ങളിൽപ്പെട്ട ആളുകളിൽ ഒരു സ്ത്രീയുടെ പേര് കാണില്ല. പിന്നീട് നമ്മൾ പറയുന്ന ഈ കേരളീയ നവോത്ഥാനം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ആളുകൾ ഉരുട്ടിക്കൂട്ടി കൊണ്ടുവന്നതിന് ശേഷം പിന്നീടുണ്ടായതാണ് അതൊക്കെയും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വല്ലാത്തൊരവസ്ഥയിൽ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാ എന്ന പേരിൽ ഒരു സ്ത്രീകളുടെ പേരിൽ ഒരു അധ്യായം തന്നെ കുറിച്ചിട്ടു. ആ അധ്യായത്തിന്റെ തുടക്കമാണ് കേട്ടത്, തുടക്കത്തിലുള്ള ആയത്ത്. അർഹാം എന്നതിന് നിസാ എന്നർത്ഥം പറയണമെന്ന് മുഫസ്സിറുകൾ ശഠിക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ. വത്തഖുല്ലാഹല്ലദീന തസാഅലൂന ബിഹി വൽ അർഹാം എന്നിട്ട് പിന്നെ ആ ആയത്തിലൂടെ പോകുമ്പോ അതിന്റെ ആദ്യ ഭാഗത്താണ് ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ. ഒരു സഹോദരി 2 പെൺമക്കളുടെ കൈയും പിടിച്ച് പ്രവാചകന്റെ സന്നിധിയിൽ വരികയാണ്. പ്രവാചകരെ, ഈ പറക്കമുറ്റാത്ത ഈ പെൺകുട്ടികളെ വിട്ടേച്ച് ഇവരെ യതീമാക്കിക്കൊണ്ട് താങ്കൾ ഇസ്ലാമിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ ഇവരുടെ പിതാവ് മരണപ്പെട്ടു പോയിരിക്കുന്നു. ഇവരുടെ പിതൃവ്യന്മാരായ ആളുകൾ ഇവരുടെ സ്വത്ത് തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇവർക്ക് സ്വത്തില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇവരെ കല്യാണം കഴിച്ചു കൊടുക്കും? ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തും. അള്ളാഹുവിന്റെ പ്രവാചകൻ നിശബ്ദനായി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി ഓതിക്കൊടുത്തു ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ. ഈ ആയത്ത് ഒരു ചാണാവട്ടെ, ഒരു മുഴമാവട്ടെ, ഒരു മീറ്റർ ആവട്ടെ, ഒരു സെന്റിന്റെ പാതിഭാഗമാവട്ടെ, നസീബം മഫ്റൂള, നിർബന്ധമായും ആ സഹോദരിക്ക് ലഭിക്കേണ്ടതാണത് എന്ന് ഒരു വേദഗ്രന്ഥം കൃത്യമായി രേഖപ്പെടുത്തി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മതമാണത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ പോയി വയസ്തഫ്തൂനക ഫിന്നിസാ ഖുലില്ലാഹ് യുഫ്തീകും ഫീഹിന്ന. സ്ത്രീകളുടെ വിഷയത്തിൽ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നു പ്രവാചകരെ അവർ താങ്കളോട്. അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരുപാട് ഫത്വകൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളായി തിരിച്ചിതാ നൽകുന്നു. എന്തൊക്കെ നിയമങ്ങളാണ്! ഒരുപാട് നിയമങ്ങൾ. സഹോദരിമാർക്ക് ഇത്രമേൽ സ്വാതന്ത്ര്യം നൽകുന്ന, ഇത്രമേൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വസ്ത്രമയച്ചിട്ട് റോഡിലൂടെ നടക്കുന്നതിന്റെ പേരല്ല എന്ന് ഇസ്ലാം മതം കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. സആദത്തുള്ള, മനസ്സമാധാനമുള്ള, അങ്ങേയറ്റത്തെ സുഖം ലഭിക്കുന്ന ഒരു ജീവിതം ദുനിയാവിലും പിന്നെ ആഖിറത്തിൽ സ്വർഗവും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ആയത്തിന്റെ ഈ സൂറത്തിന്റെ ആദ്യ ഭാഗം മാതാക്കളുടെ, അതുപോലെ തന്നെ ഭാര്യമാരുടെ, അതുപോലെ തന്നെ സഹോദരിമാരുടെ സ്വത്താവകാശത്തെക്കുറിച്ച് വാചാലമായി.
ഇതിന്റെ അവസാന ഭാഗമെത്തുമ്പോ, ആ സൂറത്തുൻ നിസാഇന്റെ അവസാന ഭാഗമെത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിമാരുടെ കാര്യവും പറഞ്ഞു, അവർക്കുള്ള സ്വത്തവകാശത്തെക്കുറിച്ചും പറഞ്ഞു. നമ്മൾ തന്നെയും ഇത്തരം വിഷയങ്ങൾ വായിച്ചു പഠിക്കുന്നില്ല. നമ്മൾക്കതിൽ സംസാരിക്കുന്ന ആളുകളും പലപ്പോഴും ഇതിന്റെ പരിഭാഷ പോലും വായിക്കുന്നില്ല. അജ്ഞരാണ് പലരും. അപ്പോ യുബയ്യിനുല്ലാഹു ലക്കും അൻ തളില്ലു വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, ആ സൂറത്തിന്റെ 176-ാമത്തെ ആയത്തിൽ എന്നിട്ട് അല്ലാഹു നമ്മളോട് പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് ഇതൊക്കെ വിവരിച്ചു തരുന്നത് നിങ്ങൾ വഴികേടിലായി പോവാതിരിക്കാനാണ്, നിങ്ങൾ ലലാലത്തിൽ വഴിതെറ്റിപ്പോവാതിരിക്കാൻ, ആരെങ്കിലും എവിടെന്നെങ്കിലും വിമർശിക്കുമ്പോഴേക്ക് നിങ്ങളുടെ മനം ചത്തുപോവാതിരിക്കാനാണ്. അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ സൂചിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറഞ്ഞ ഒരു ഹ്രസ്വമായ സംസാരത്തിൽ എത്രമേൽ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വിഷയങ്ങൾ പറഞ്ഞത് എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ച് മുമ്പോട്ട് പോവാൻ സർവശക്തനായ തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാ വൽ അഖവാത് ഔസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് കുറെ കൂടി സൂക്ഷ്മത പുലർത്തി മുമ്പോട്ട് പോകാൻ ശ്രമിക്കണമെന്ന് എന്നെയും പിന്നെ നിങ്ങളെയും ഒന്നുകൂടെ ഞാൻ ഉണർത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രസംഗത്തിലെ നമ്മളിപ്പോഴും നന്നായി പരിഗണിക്കേണ്ട മറ്റൊരു ഭാഗം, വഅന താരിക്കും ഫീക്കും സഖലൈൻ അവ്വലുഹുമാ കിതാബുല്ലാഹ്, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നുണ്ട്. ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബാണ്. ഫഫീഹിൽ ഹുദാ വന്നൂർ, അതിലാണ് നിങ്ങളുടെ ഹിദായത്ത് കിടക്കുന്നത്, പ്രകാശവും. ഫഖുദൂ ബികിതാബില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കണം, കിതാബിനെ. വസ്തംസികൂ ബിഹി, അതിനെ മുറുകെ പിടിക്കണം, ശക്തമായി അതിൻ്റെ കൂടെ നിൽക്കണം, നന്നായി അതിനെ പഠിക്കണം. പഠിക്കാതെ എങ്ങനെ അത് മനസ്സിലാവുക? മനസ്സിലാവാതെ എങ്ങനെയാണ് അതിനോടൊപ്പം നിൽക്കുക, മുറുകെ പിടിക്കുക? പഴയകാലത്ത് ആളുകൾ ചെയ്ത പോലെ അതിനെ ഭദ്രമായി കവറിട്ട് നന്നായി പൊതിഞ്ഞ് മേലെ വെക്കുക എന്നിടത്ത് നിന്ന് കുറേയൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആഴങ്ങളിലേക്കുള്ള പഠനത്തിന്റെ വിഷയത്തിൽ അറച്ചു നിൽക്കുന്നു പലരും എന്നതൊരു ശരിയുമാണ്. പഠിക്കാൻ തയ്യാറാവുക, ഖുർആനിലേക്ക് മടങ്ങാനും തയ്യാറാവണം. ബസാനി, രണ്ടാമതൊരു കാര്യം എൻ്റെ ചര്യയാണത്, നിങ്ങൾ പഠിക്കണം. വിശുദ്ധ ഖുർആൻ എന്തു പറയുന്നു എന്ന് നിങ്ങൾക്കറിയണം. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്ക് കാലാന്തരങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും, സ്വാഭാവികമാണ്, മനുഷ്യരാണ്. എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്ന അവസ്ഥയിൽ അല്ലാഹു തന്നെ മനുഷ്യരെ പടച്ചിട്ടില്ല. 10 ആളുകൾ നിന്നാൽ 10 കോലത്തിലാണ് ചിന്തിക്കുക. അതാണ് ഈ വൈവിധ്യം, അള്ളാഹു നിശ്ചയിച്ച വൈവിധ്യം, അള്ളാഹു സൃഷ്ടിച്ച വൈവിധ്യം. ആ വൈവിധ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളെങ്ങനെ ഭിന്നിച്ച് പോവുകയല്ല വേണ്ടത്. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു, നിങ്ങൾ എല്ലാവരും കൂടി അതിനെ തിരിച്ചു കൊണ്ടുപോകണം. ഈ അഭിപ്രായ വൈരുദ്ധ്യങ്ങളെ നിങ്ങൾ ഖുർആനിലേക്ക്, ഇലല്ലാഹ് വർ-റസൂൽ, അള്ളാഹുവിന്റെ പ്രവാചക ചര്യയിലേക്കും കൊണ്ടുപോകണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അന്ത്യദിനത്തിലും അള്ളാഹുവിലുമൊക്കെ കൃത്യമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വിശ്വാസമെന്നത് പ്രഖ്യാപിക്കാൻ എളുപ്പമാണ്, മറ്റുള്ളവന്റെ വിശ്വാസത്തെ എതിരിൽ വിരൽ ചൂണ്ടാൻ എളുപ്പമാണ്. എൻ്റെ വിശ്വാസം പെർഫെക്റ്റ് ആണെന്ന് ഊറ്റം കൊള്ളാൻ എളുപ്പമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ഇക്കാര്യം ചെയ്യണം. ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല, ഇതേ മാർഗമുള്ളൂ ഈ ലോകത്തിന്. അള്ളാഹുവിന്റെ പ്രവാചകൻ ജബലുർ റഹ്മയിൽ വെച്ച് പേടിച്ച പേടിയുണ്ടല്ലോ, ആ പേടി ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്നു. നിസാര കാരണങ്ങൾ മതി മനുഷ്യൻ മുസ്ലിം സമുദായത്തിനകത്ത് തെറ്റിപ്പോകലുകളും പിരിയലുകളും ഉണ്ടാവാൻ. അവിടെ അള്ളാഹുവിന്റെ കിതാബ് നിലനിൽക്കുന്നുണ്ട്, പക്ഷേ ആ കിതാബിലേക്ക് മടങ്ങാൻ ആളുകൾ തയ്യാറല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത് ഖൈറുൽ ഖുറൂനി ഖർനി,
സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമരായ നൂറ്റാണ്ടുകാർ എന്നോടൊപ്പം ജീവിച്ച ഈ നൂറ്റാണ്ടാണ്. പിന്നീട് അവരുടെ അടുത്ത തലമുറ 3 തലമുറകൾ. ആ 3 തലമുറകളിലേക്കെങ്കിലും മടങ്ങിയാൽ ഒരുപാട് പ്രശ്നങ്ങളുടെ പരിഹാരമുണ്ടാകും. ആ ഒരേ ഒരു പരിഹാരം, കലഹങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരേ ഒരു പരിഹാരം അതാണ് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് ഒരു വിടവാങ്ങൽ പ്രസംഗത്തിലൂടെ സൂചിപ്പിച്ചത്. സത്യവിശ്വാസികളായ ആളുകളെ മാത്രം വിളിച്ചുകൊണ്ടായിരുന്നില്ലല്ലോ ആ പ്രസംഗം. നമ്മൾ ആലോചിക്കുക, മുസ്ലിമീങ്ങളെ എന്നല്ല ആ പ്രസംഗം, ഹജ്ജിന് വന്ന ഹാജിമാരെ എന്നായിരുന്നില്ല ആ പ്രസംഗം, എന്റെ മുമ്പിലുള്ള സദസ്യരെ എന്നുമായിരുന്നില്ല ആ പ്രസംഗം. അയ്യുഹന്നാസ്, എത്ര തവണയാണ് ആ ഹ്രസ്വമായ സംസാരത്തിൽ അയ്യുഹന്നാസ് എന്ന പദം ആവർത്തിച്ച് വരുന്നത്. അതൊന്നെടുത്ത് വായിച്ചു നോക്കൂ നിങ്ങൾ. ഒരുപാട് തവണ. അത് സൂചിപ്പിക്കുന്നത് ഈ പറയുന്നതൊക്കെയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് എന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞു വെച്ച ആ സംഗതിയാണ് ഇപ്പോഴും നൂറ്റാണ്ടുകൾ കഴിഞ്ഞും ഓരോ അറഫാ ദിനത്തിലും മസ്ജിദുൻ നെമിറയിൽ എന്ന് വീണ്ടും മുഴങ്ങിക്കേൾക്കുന്നത്. അർസൽനാക ലിന്നാസി റസൂല, എല്ലാ മനുഷ്യർക്കും വേണ്ടി താങ്കളെ പ്രവാചകനായി റസൂലായി നിയോഗിച്ചിരിക്കുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇതൊക്കെ കേട്ട് എല്ലാവർക്കും സുപരിചിതമായ ആയത്തുകളാണ്. മാലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ അങ്ങ് നിയോഗിക്കപ്പെട്ടിട്ടില്ല. നബിയോടൊപ്പം ഹജ്ജ് നിർവഹിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ സഹാബത്ത് നോക്കി നിന്ന് പഠിക്കുകയായിരുന്നു. അവർ തൽപരരായിരുന്നു, പഠിക്കാൻ തൽപരരായിരുന്നു. ഈ താല്പര്യം പ്രവാചകനില്ലെങ്കിലും വിശ്വാസികൾ നഷ്ടപ്പെടുത്തരുത്. ഈ താല്പര്യം നമുക്കില്ലാതെ പോകുന്നു. മതം പഠിക്കുവാൻ, മതത്തിന്റെ നിയമങ്ങളെക്കുറിച്ച് അറിയാനും കേൾക്കാനും അറിയാനും പഠിക്കാനും പകർത്താനുമുള്ള താല്പര്യം കുറയുന്നുണ്ട്. ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും അത് കുറഞ്ഞു തന്നെ പോവുകയാണ്. അതുകൊണ്ട് നബിയോടൊപ്പം നിർവഹിച്ച ഈ ഹജ്ജിൽ നിന്നാണ് അവർ അവരുടെ ദീനും ദുനിയാവും പഠിച്ചത്. എന്നിട്ടൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇവിടെ ഈ മതം അവസാനിക്കുന്നു. ഇനി കാലങ്ങൾ, യുഗങ്ങൾ കടന്നു പോകും. നൂറ്റാണ്ടുകൾ ഇങ്ങനെ വഴിമാറിപ്പോവും. നിങ്ങളുടെ വിവര സാങ്കേതിക വിദ്യ വളരും. നിങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം, നിങ്ങളിങ്ങനെ ഒരു AI, ഇനി അതിൻ്റെ പുറത്ത് എന്താ വരാനുള്ളതെന്ന് അറിയില്ല, അവിടങ്ങളിലേക്കൊക്കെ പോകും. പക്ഷേ മതത്തിലൊന്നും കൂട്ടിച്ചേർക്കരുത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആണയിട്ട് പറഞ്ഞുകൊണ്ട് അവിടെ കൂടിയ 120,000-ഓളം എന്ന് ചരിത്രത്തിൽ കാണുന്നു. അത്രയും സഹാബത്തിനോട് ചോദിച്ചു, വഅന അൻതും യാ ഇബാദല്ലാഹ് നഷ്ഹദു അന്ന റസൂലുള്ളാഹി ഖദ് ബല്ലഅ അർ-റിസാല. നിങ്ങളുടെ പ്രവാചകൻ അദ്ദേഹത്തെ ഏൽപ്പിച്ച റിസാലത്ത് പൂർത്തീകരിച്ചിരുന്നുവോ എന്ന് ഖിയാമത്ത് നാളിൽ നിങ്ങളോട് ചോദ്യമുണ്ടാകും. നിങ്ങൾ എന്തു പറയുന്നു? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ അവർ പറഞ്ഞു, താങ്കൾ റിസാലത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്, അമാനത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട്, സ്വർഗത്തിലേക്ക് പോവാൻ ആവശ്യമുള്ള ഒരു നിയമവും അങ്ങ് ഒളിപ്പിച്ചു വെച്ചിട്ടില്ല, നരകത്തിൽ നിന്ന് മോചിതനാകാൻ ആവശ്യമായ ഒരു ഇബാദത്തുകളും ഒരു ആചാരവും ഒരു സുന്നത്ത് നോമ്പ് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ മറച്ചു വെച്ചിട്ടില്ല, ഒരു ദിക്ർ പോലും ചെല്ലേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരാതിരുന്നിട്ടില്ല. നല്ലതല്ലേ എന്നങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഓരോന്ന് കടത്തിക്കൂട്ടേണ്ടതില്ല. അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉമ്മത്തിനോട് ചോദിച്ചു. ഉമ്മത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി. വളരെ വിനീതമായി ഞാൻ ചോദിക്കട്ടെ, ഈ ചോദ്യം നമ്മളോടാണെങ്കിൽ ഉത്തരം എന്താണ്? അത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആ കാലഘട്ടത്തിൽ അവിടെയുള്ള ആളുകളോട് പറഞ്ഞതല്ലേ. നമ്മൾ എത്ര വളർന്നു, അവരെ മാതിരിയാ നമ്മൾ എന്നായിരിക്കുമോ മറുപടി എന്ന് ഗൗരവബുദ്ധി ആലോചിക്കണമെന്ന് വളരെ വിനീതമായി ഞാൻ ആവശ്യപ്പെടുകയാണ്. ബലായ റസൂലുള്ളാഹ് അങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രായോഗികമായ ഇസ്ലാമിന്റെ നിയമങ്ങളെല്ലാം
അതപ്പടി ഞങ്ങൾ പിൻപറ്റും എന്ന് നെയ്യത്തി വെച്ച് മുമ്പോട്ട് പോകുന്ന നല്ല വിശ്വാസികളായി മാറുക. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പെരുന്നാൾ. ഈദ്ഗാഹ് നടത്തുന്നില്ല ഇത്തവണ. നമ്മൾ പള്ളിയിൽ വെച്ചാണ് നമസ്കരിക്കുന്നത്. തൊട്ടുപിറകെ ഉളുഹിയ്യത്തും നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സമയം 7:30 ക്രമീകരിച്ചത്. 7:30 തന്നെയാണ് സാധാരണ നമ്മൾ നമസ്കരിക്കാറും. പക്ഷേ 7:30 തന്നെ ആ നമസ്കാരം ആരംഭിക്കുവാനുള്ള സൗകര്യം നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയെടുക്കണം എന്ന് വിനീതമായി എനിക്കൊരു അപേക്ഷയുണ്ട്. 7:30 മുമ്പ് എല്ലാവരും പള്ളിയിലെത്തണം. കുറച്ച് പ്രയാസമുണ്ട്. രാവിലെ കുട്ടികൾ എല്ലാവരും വരണം. അതുകൊണ്ട് എല്ലാവരെയും നന്നായി ഒരുക്കി 7:30 മുമ്പ് എത്തുക. ഇന്ന് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയുള്ള കലക്ഷനാണ് എടുക്കുന്നത്. നമ്മൾ ഇന്ന് 2 മരണത്തെ അഭിമുഖീകരിച്ച് വന്ന് നിൽക്കുകയാണ്. ഒന്ന്, പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത രൂപത്തിൽ പരപ്പനങ്ങാടിക്കും പുറത്തും അറിയുന്ന നഹ കുടുംബത്തിലെ ആയിഷ ബീവി, പിതാവും സഹോദരങ്ങളും ഭർത്താവും മക്കളുമൊക്കെ പരപ്പനങ്ങാടിയെ ഈ സംവിധാനത്തെ നന്നായി സഹായിക്കുകയും മുമ്പിൽ നിൽക്കുകയും ഒക്കെ ചെയ്യുകയും, പരപ്പനങ്ങാടി എന്ന് മാത്രമല്ല കേരളത്തിലൊട്ടാകെ മുസ്ലിം സമൂഹത്തിന് തളലേകിയ കുറേ ആളുകളുള്ള ഒരു മഹൽ വ്യക്തിത്വം നമ്മോട് വിട പറഞ്ഞുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹദിക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ മരണപ്പെട്ടു പോയവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ നമ്മുടെ സഹോദരന് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചിരുന്നു. നമ്മളെല്ലാവരും അങ്കമൻ മൊയ്തീൻ കോയ എന്ന് പറയുന്ന സഹോദരന് വേണ്ടി ഒരുപാട് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് കഴിയുന്ന സന്ദർഭത്തിലാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. അള്ളാഹു അദ്ദേഹത്തിന് ഖൈറായത് മരണമാണെന്ന് വിധിച്ചിരിക്കുന്നു. അദ്ദേഹവും നമ്മളോട് യാത്ര പറഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തിനും അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെയും നമ്മയും അള്ളാഹു സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ. മാനസികമായി തീ തിന്നുന്ന ആളുകൾക്ക് അള്ളാഹു സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹജ്ജിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന